ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ള ചെന്ന മസാല എന്ന് പറയുന്ന ഒരു വിഭവം. കടല വേവിച്ച് അതിനകത്ത് മസാലകളൊക്കെ ചേർത്ത് വിൽക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറെ രീതി ചോളമാണ് പ്രാവശ്യം ചെയ്യുന്നത്. ചോളം വെച്ചാൽ നമ്മൾ സ്വീറ്റ് കോൺ അതിനെ പുഴുങ്ങിയെടുത്തിട്ട് അതിലേക്ക് സവാള, തക്കാളി, മല്ലിയില, ക്യാരറ്റ്, അതുപോലെ ഉപ്പ്, മസാലപ്പൊടികൾ എല്ലാം ചേർത്ത് ചെന്ന മസാല പോലെ ചെയ്യുന്ന ഒരു രീതി. അതിപ്പം നല്ല വ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട് ഉത്സവ പറമ്പുകളിൽ. അതിനെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുകയാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെ മേക്ക് ചെയ്യുന്ന രീതി എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തരികയാണ്. അതിൽ ചേരുവകളെന്ന് വെച്ചാൽ സവാള, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, തക്കാളി ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ചേർക്കാം, അതുപോലെ അല്ലെങ്കിൽ കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് നാരങ്ങ നീരും കൂടി ചേർത്ത് അത് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളിപ്പം ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ്, ലൈക്ക്, ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഈ ചോളം രണ്ട് രീതിയിൽ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ കൈവച്ച് നമുക്കിതിനെ ഇങ്ങനെ ഇളക്കാൻ പറ്റും. അത്രയും സമയമെടുക്കും, എങ്കിലും അതിനെക്കാട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ഈ ചോളത്തിന് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഉണ്ടല്ലേ, ഇത് നമ്മൾ ആ ചോളം മുഴുവനും അതിനകത്ത് വീഴും. കംപ്ലീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ചോളം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ കാണുന്ന എല്ലാ ചോളവും നമുക്ക് അതേപോലെ എടുക്കാൻ പറ്റും. അല്ലേ, അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ചോളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു പാനിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല. ആദ്യമായിട്ട് സവാള ഇടുക. സവാള കംപ്ലീറ്റിന് ശേഷം അതിനോടൊപ്പം തക്കാളി, അരിച്ച് വെച്ച് ടൊമാറ്റോ അരിക്കും, ക്യാരറ്റ്. സാധാരണ ചെയ്യുന്ന തട്ട് അവർ ഇതിന് പോലെ ലൈവായിട്ട് അവിടെ എന്താ പറയുക, ഈ പാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് അത് കണക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം മല്ലിയില ഇട്ടു. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് രുചിക്ക് വേണ്ടി മാത്രം മതി, കൂടുതൽ വേണ്ട, അല്ലേ, കുറച്ചിട്ടാൽ ഇട്ടു. അതിനുശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടി. നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നേരിട്ട് ചേർത്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് ഇത്രയും മതി, കൂടുതൽ വേണ്ട. ഒരു ചെറിയ ടീസ്പൂൺ കണക്കിനിടുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട. അതിലേക്ക് ശകലം ഒരു പകുതി നാരങ്ങ. ഈ നാരങ്ങ ഇതിൽ പിഴിഞ്ഞ് ചേർത്തതിന് എന്നിട്ട് ഇത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർക്കാനുണ്ട്. ഉപ്പും കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റിന് വേണ്ടി ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിൽ വേണമെങ്കിൽ നമുക്ക് സോയാ സോസ്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇതൊക്കെ ചേർത്ത് ഇളക്കാം. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സൗകര്യം അനുസരിച്ച് കുറേശ്ശെ മതി. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഇതിലൂടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. ഞങ്ങളിതിൽ ശകലം ടൊമാറ്റോ സോസ് ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കുന്നുണ്ട്. നമുക്ക് വേറെ സോസുകൾ ചേർക്കാൻ പറ്റും, കുഴപ്പമില്ലെങ്കിൽ നമുക്കിത് മാത്രം മതി, കൂടുതൽ വേണ്ട. ഉപ്പിൻ്റെ കുറവുണ്ട്, ശകലം കൂടെ ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊരു പറമ്പ് തരുമ്പം കുറച്ച് വേറെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മാങ്ങ, പൈനാപ്പിളൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്വീറ്റ് കോണാണ് ചെയ്തിട്ടുള്ളത്.
മസാല ഇത് എന്താ പറയുക, കടലയല്ല നമ്മൾ ചെയ്യേണ്ടത്, സ്വീറ്റ് കോണാണ്. നല്ലൊരിത് അത് ഇനിയിപ്പോൾ നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കൊണ്ട ടേസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൽ മാറ്റിയതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് ആവശ്യമില്ല കഴിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ശ്രീ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്.